ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിൻ്റെ 2024 വാർഷിക പരീക്ഷ നടത്തിയതിൽ ദുറൂസുൽ ഇസ്ലാം 1, അതായത് 1ാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങളുടെ എക്സാം നടത്തിയതിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇത് ചോദ്യപേപ്പർ മാത്രമാണ് ഞാൻ വായിച്ച് വോയിസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ ഒരു ചോദ്യപേപ്പറിൻ്റെ കൂടെ നിങ്ങൾക്ക് ദുറൂസുൽ ഇസ്ലാം 1 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങൾ മുഴുവനായിട്ടുള്ള എങ്ങനെ പഠിക്കണം എന്നതൊക്കെ റിവിഷനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് അയക്കുക, കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. അവർക്ക് അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരാം. 82 89 89 29 85 എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് വടി പാമ്പായി മാറുന്ന മോചിതത്ത്? ആരുടെ മോചിതത്തായിരുന്നു വടി പാമ്പായി മാറുന്നത്? മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മോചിതത്താണ്. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെത് രോഗികളെയും അന്ധരെയൊക്കെ സുഖപ്പെടുത്തുന്നത്, പാണ്ഡുരോഗികളെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് വിശുദ്ധ ഖുർആൻ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വേറെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്ത് പറയുന്നുണ്ട്. ചന്ദ്രനെ പിളർത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു മോചിതത്തുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മോചിതത്ത് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഇവിടെ കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കി ടിക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ ആ രീതിയിൽ പാഠഭാഗം മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? മസ്ജിദുൽ ഖുബാ സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ് മസ്ജിദുൽ ഖുബാ സ്ഥിതി ചെയ്യുന്നത്? മദീനയിലാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയപ്പോൾ മദീനയിൽ പ്രവേശിച്ചു. അവിടെ ഖുബാ എന്ന സ്ഥലത്ത് താമസിച്ചു. മസ്ജിദുൽ ഖുബാ നിർമ്മിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മദീനയിൽ എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചിരിക്കാറില്ല. അപ്പോൾ അത് പുഞ്ചിരി തൂകും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ പൊട്ടിച്ചിരിക്കാറില്ല എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തത് ബദറിലെ ശുഹദാക്കൾ. ബദറിലെ ശുഹദാക്കൾ ആരാണ്? ബദറിലെ ശുഹദാക്കൾ ബദറിൽ പങ്കെടുത്ത് ഷഹീദായവർ. അപ്പോൾ നമ്മൾ 14 പേര് ഷഹീദായെന്ന് പഠിച്ചിട്ടുണ്ട്. അവർ 313 പേരാണ് പങ്കെടുത്തത്. ബദരീങ്ങൾ എന്ന് പറയുന്ന ആര്? ബദറിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ. അവർ 313 പേരാണ്. അപ്പോൾ ഇവിടെ ബദറിൽ ശുഹദാക്കളാണ് ചോദിച്ചത്. ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ഷഹീദായവർ. അവർ 14 പേരായിരുന്നു ഷഹീദായത്. മുശ്രിക്കുകളിൽ 70 പേർ കൊല്ലപ്പെടുകയും 70 പേരെ തടവിലാക്കുകയും ചെയ്തു. അവർ 1000-ൽ പരം പേരുണ്ടായിരുന്നു. അപ്പം അത് മനസ്സിലാക്കുക. ബദറിലെ ശുഹദാക്കൾ 14, ബദറിൽ പങ്കെടുത്തവർ 313. ചോദ്യം മനസ്സിലാക്കിയിട്ട് വേണം ടിക്ക് ചെയ്യാൻ. അടുത്തത് തിന്മകളുടെ മാതാവാണ്. മദ്യപാനം തിന്മകളുടെ മാതാവാണ്. മദ്യപാനം നിഷിദ്ധമാണ്. അത് തിന്മകളുടെ മാതാവാണ്. അടുത്തത് എന്താണ്? മരുഭൂമി എന്നാണ് അർത്ഥം. മരുഭൂമി. ഇപ്പോൾ ഇവിടെ ഫലാത്തുൻ എന്നതാണ് മരുഭൂമി. അറബി ഇതുപോലുള്ള മീനിങ് ഇത് തന്നെ വരൂല. ഇതുപോലുള്ള മീനിങ് വരാം നിങ്ങൾക്ക് അറബി ചാപ്റ്റർ ദവാ ഉൽ കൽബ് എന്ന പാഠവും ഒരു സംഭാഷണത്തിൻ്റെ ഒരു ചാപ്റ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് അന മുസാഫിർ, ഞാൻ യാത്രക്കാരനാണ്. ആ ചാപ്റ്ററിൻ്റെ തദ്രിബാത്ത് നക്റഉ അനഫമു എന്ന് വരുന്ന ഭാഗത്ത് വരുന്ന അറബി മീനിങ്സ് എല്ലാം നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിൽ നിന്നാണ് 90% ഇതുപോലുള്ള അർത്ഥം എഴുതാൻ വരിക. എന്തായാലും ഒരു അർത്ഥമോ 2 അർത്ഥമോ എന്തായാലും വരും. അപ്പോൾ അത് അറബിയിൽ നിന്നാണ് കൂടുതലും പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അറബി പാഠത്തിൻ്റെ തദ്രിബാത്തിൽ വരുന്ന മീനിങ്സ് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിൻ്റെ അവസാനത്തെ കൽബ്, ഹൃദയം. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഒക്കെ. ഫലാത്തുൻ മരുഭൂമി, അല്ലമ പഠിച്ചു, നംലുൻ ഉറുമ്പ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. ആദ്യം വരുന്നത് പിശുക്കിൻ്റെ കാരണം. പിശുക്കിൻ്റെ കാരണം എന്താണ്? ദാരിദ്ര്യഭയം. ദാരിദ്ര്യഭയമാണ് പിശുക്കിൻ്റെ കാരണം. അടുത്തത് ഇന്തിലാർ എന്നതിൻ്റെ അർത്ഥം
ഇന്തിലാർ എന്നതിൻ്റെ അർത്ഥം വരുന്നത് ഈ കാത്തിരിക്കൽ, കാത്തിരിക്കൽ എന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് ധീരത. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. അടുത്തത് കുടുംബ ബന്ധം തകർക്കൽ എന്താണ്? മദ്യപാനം, അത് കുടുംബബന്ധം തകർക്കും. അപ്പോൾ അതിൻ്റെ എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനം, അതാണെന്ത്? സ്വലാത്ത് വർദ്ധിപ്പിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി പൂരിപ്പിക്കാനാണ്. മരണരോഗത്തിൽ 100 തവണ ഡാഷ് ഓതിയാൽ ഖബറിലെ പ്രയാസം എളുപ്പമാക്കും. എന്തായിരുന്നു? മരണരോഗത്തിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖബറിലെ പ്രയാസം എളുപ്പമാക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ശുഹദാക്കള്, കുട്ടികൾ എന്നിവർക്ക് ചോദ്യമുണ്ടാവില്ല. ഖബറിൽ ചോദ്യമില്ലാത്ത 2 വിഭാഗമാണ് ശുഹദാക്കള്, കുട്ടികൾ. സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്കും മരണരോഗത്തിൽ 100 തവണ ഇഖ്ലാസ് ഓതുന്നവർക്കും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുന്നവർക്കും ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൂറത്തുൽ ഇഖ്ലാസാണ്. ലഘുവാക്കും എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കും, പ്രയാസം എളുപ്പമാക്കും എന്ന്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തത് ഹിജ്റ 2-ാം വർഷം ഡാഷ് 17-നാണ് ബദർ യുദ്ധം നടന്നത്. ഹിജ്റ 2-ാം വർഷം റമളാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. അപ്പോൾ ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷം. അപ്പോൾ അങ്ങനെയും ചോദ്യം മനസ്സിലാക്കി പഠിക്കുക. ഹിജ്റ 2-ാം വർഷം റമളാൻ 17-നാണ് ഡാഷ് യുദ്ധം നടന്നത്, ബദർ യുദ്ധം. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലുകൾക്കിടയിൽ ഡാഷ് എന്ന അടയാളമുണ്ട്. എന്തായിരുന്നു? ഖാതമുൻ നുബുവത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവത്ത് എന്ന അടയാളമുണ്ട്. അടുത്തത് റിഹ്ല എന്നാൽ എന്തായിരുന്നു? റിഹ്ല ഡാഷ് ഹാപ്പി ജേണി എന്നാണ് അർത്ഥം. അന മുസാഫിർ എന്ന പാഠത്തിലാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? അന മുസാഫിർ എന്നതിൽ റിഹ്ല സഈദ ഹാപ്പി ജേണി. അപ്പം അത് അതിൽ മുസാഫിർ യാത്രക്കാരൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? മസ്ജിദുൻ നബവി ഇപ്പോൾ ഡാഷ് സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട്. എത്രയാണ്? 1,00,000 സ്ക്വയർ മീറ്റർ. മസ്ജിദുൻ നബവി ഇപ്പോൾ 1,00,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട്. മസ്ജിദുൻ നബവി എവിടെയാണ്? മദീനയിലാണ്. മസ്ജിദുൻ നബവി മദീനയിലാണ്. അതൊക്കെ മനസ്സിലാക്കണേ. അടുത്തതാ കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദി ഡാഷ് കത് അല്ലമ ഡാഷ് മുഹസ്സല. ആ ബൈത്തിൽ നിന്നാണ്. എന്താണ് അവിടെ ഇടയിൽ എഴുതി കൊടുക്കേണ്ടത്? ദവാഉൽ കൽബ്. ആ ബൈത്തിൽ നിന്നാണ് വന്നത്. ഹൃദയരോഗത്തിനുള്ള മരുന്ന് 5 ഹൃദയരോഗത്തിന് ഉള്ള മരുന്ന് 5 എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൃദയ രോഗത്തിനുള്ള മരുന്ന് 5 എന്തൊക്കെയാണ്? 1, അർത്ഥം മനസ്സിലാക്കി ഖുർആൻ ഓതുക. പിന്നെ അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക. രാത്രി നിന്ന് നിസ്കരിക്കുക. അത്തായ സമയത്ത് ദുആ ചെയ്യുക. സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളോട് കൂട്ടുകൂടുക എന്നിവയാണ് ഹൃദയരോഗത്തിനുള്ള 5 മരുന്നുകൾ. അപ്പോൾ അത് മനസ്സിലാക്കുക. 5 വരി കുറയാതെ അവസാനം എഴുതാൻ വരും. ഹൃദയരോഗങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ദവാഉൽ കൽബ് എന്ന പാഠത്തെ ആസ്പദമാക്കിയിട്ട് എഴുതാൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ഇതുപോലെ മറ്റു ലൈനുകൾ വരാം. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സല. ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സില. ഇവിടെ മുഹസ്സല 2 രീതിയിലും വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. ഖദ് അല്ലമ മുഹസ്സല, ഇവിടെ ഇതും മുഹസ്സില എന്നാണ് പാഠഭാഗത്തിൽ വന്നത്, മനസ്സിലാക്കുക. ഇനി എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്ത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്താണ് പരിശുദ്ധ ഖുർആൻ.
പരിശുദ്ധ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അവിടെ പാഠഭാഗത്തിൽ ഏതൊക്കെ മുഅ്ജിസത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് ഇസ്രാ മിഅ്റാജ്, കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവയെടുക്കൽ, അദൃശ്യകാര്യങ്ങൾ പ്രവചിക്കൽ, രോഗം സുഖപ്പെടുത്തൽ, ഭക്ഷണം വർദ്ധിപ്പിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ് ഇതൊക്കെ. പിന്നെയും പറയുന്നുണ്ട് എന്താണ്? വിശുദ്ധ ഖുർആന്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. അപ്പോൾ അത് ഒന്നാമത്തെ ചാപ്റ്റർ മുഅ്ജിസത്തുകളെ കുറിച്ച് പറയുന്നതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത് വടി പാമ്പാകും. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെത് എന്താണ്? പാണ്ട് രോഗികളെ സുഖപ്പെടുത്തും. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അത്ഭുത ഒട്ടകം, യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സ്വപ്ന വ്യാഖ്യാനം, അതൊക്കെ നമ്മൾ മുഅ്ജിസത്ത് പറഞ്ഞിരുന്നു, മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു കുടുംബത്തിന് വീതിച്ചു നൽകിയ തോട്ടത്തിൻ്റെ പേര് ബൈറുഹ തോട്ടം. ബൈറുഹ തോട്ടം അബൂ തൽഹ റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബത്തിന് വേണ്ടി വീതിച്ചു കൊടുത്തു. എന്താണ് കാരണം? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻതനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്ത് ഓതി. അപ്പോൾ അബൂ തൽഹ പറഞ്ഞതാണിത്, എൻ്റെ സമ്പത്ത്, എൻ്റെ ബൈറുഹ തോട്ടം അല്ലാഹു തആലയുടെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്ന്. എന്താണ്? ലൻതനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടതിൽ നിന്നും ദാനം ചെയ്യുന്നത് വരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് വേണം നമ്മൾ ദാനം ചെയ്യാൻ, അപ്പോഴാണ് നമുക്ക് നന്മ കൈവരിക്കാൻ കഴിയുള്ളൂ. മദീനയിലെ ഒരു ധനികനായ ഒരാളായിരുന്നു അബൂ തൽഹ. മസ്ജിദ് നബിയുടെ അടുത്താണ് ബൈറുഹ തോട്ടം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം ബൈറുഹ തോട്ടാണ്, മനസ്സിലാക്കുക. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ ദിവസം ഏതായിരുന്നു? അന്ന് തിങ്കളാഴ്ചയായിരുന്നു. അവിടെ 4 ദിവസം താമസിച്ചു. വെള്ളിയാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട് ബനു സാലിം ബിൻ ഔഫിൻ്റെ സ്ഥലത്ത് വെച്ച് ജുമുഅ നിർവഹിച്ചു. 100 പേരാണ് ജുമുഅയിൽ പങ്കെടുത്തത്. അപ്പോൾ അതൊക്കെ ചോദ്യം വരും. ബനു സാലിം ബിൻ ഔഫിൻ്റെ സ്ഥലത്ത് വെച്ച് ജുമുഅ നിർവഹിച്ചപ്പോൾ എത്ര പേര് പങ്കെടുത്തു? 100 പേരാണ് ആദ്യത്തെ ജുമുഅ നിർവഹിച്ചത് അവിടെ വെച്ചാണ്. അടുത്തെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്ത സ്വഹാബി ആരായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 10 വർഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നോട് ചേ എന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തിനു ചെയ്തു എന്നോ നിനക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ബദരീങ്ങളുടെ എണ്ണം എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ബദരീങ്ങൾ 313 പേരാണ്. 313 പേര്. മരുന്ന് എന്ന വാക്കിൻ്റെ അറബി പദം മരുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ദവാഉൽ കൽബ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കൽബ് എന്ന് പറഞ്ഞ ഹൃദയം, മരുന്ന് ദവാഉൽ കൽബ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം. ഇതുപോലെ അറബി പാഠത്തുനിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരിക. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. അന മുസാഫിർ എന്ന പാഠത്തിൻ്റെ പേരാണ്. ഞാൻ യാത്രക്കാരനാണ്. അപ്പോൾ യാത്രക്കാരൻ എന്നതിൻ്റെ മുസാഫിർ. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കുമെന്ത്? എന്താണ് നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കുക? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചലവും കലർന്ന ദുർഗന്ധമുള്ള ദ്രാവകം മദ്യപാനിയെ നരകത്തിൽ കുടിപ്പിക്കും. പിശാചിൻ്റെ പാനീയം ആണ് എന്ത്? മദ്യം. പിശാചിൻ്റെ പാനീയം ഏതാണ്? മദ്യം. ഏതാ? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചലവും കലർന്ന കടുത്ത ദുർഗന്ധമുള്ള ദ്രാവകം നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കും. അടുത്ത ചോദ്യം എന്താണ്? ഖബറിൽ സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കും ആരെയാണ്? സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ എഴുതാം.
അവർക്ക് സ്വർഗീയ വിരിപ്പ് നൽകും. അവർക്ക് വേണ്ടി സ്വർഗവാതിലുകൾ തുറക്കും. സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കും. സ്വർഗത്തിലെ ആനന്ദവും സുഗന്ധവും അവരുടെ കബറിൽ വന്നു ചേരും. കണ്ണെത്താ ദൂരത്തേക്ക് കബറ് വിശാലമാക്കും. മുഅ്മിനീങ്ങളുടെ, സത്യവിശ്വാസിയുടെ എന്നൊക്കെ എഴുതാം. അവിശ്വാസിയുടെ കബറ് ഇടുങ്ങും. നരകത്തിലെ വിരിപ്പ് അവന് നൽകും. നരകവാതിൽ അവന് വേണ്ടി തുറക്കും. നരകത്തിലെ വസ്ത്രം അവനെ ധരിപ്പിക്കും. അപ്പോൾ നരകത്തിലെ കഠിന ചൂടും ചൂടുകാറ്റും അവൻ്റെ കബറിൽ വന്നെത്തും. അപ്പം അത് അവിശ്വാസിയുടെ. അപ്പോൾ അത് രണ്ടും സത്യവിശ്വാസി അവിശ്വാസി എന്ന് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് പറഞ്ഞത് അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ബദറിൽ പങ്കെടുത്തവർ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണ്. ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷം ഇറങ്ങി. എങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷം ഇറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് പുരട്ടിയപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷമിറങ്ങിയത്. അതിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബർക്കത്തുണ്ട്. അവിടുത്തെ ഉമിനീര് പുരട്ടിയപ്പോഴാണ് പാമ്പ് കടിയേറ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സുഖപ്പെട്ടത്. യുദ്ധത്തിൽ അമ്പ് തറച്ചു പറഞ്ഞു തൂങ്ങിയ ഖത്താദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് അവിടുത്തെ ഉമിനീര് ചേർത്ത് തടയപ്പോൾ പൂർണ്ണ സ്ഥിതിയിലായിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് പുരട്ടി കണ്ണ് സുഖപ്പെട്ടു. ആരുടേത്? ചോദ്യം വരാറുണ്ട്. അത് ഖത്താദ് റളിയല്ലാഹു അൻഹുവിൻ്റേതാണ്. ഉമിനീര് പുരട്ടി വിഷം ഇറങ്ങിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. മനസ്സിലാക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് മുടി തിരുകേശമിട്ട വെള്ളം, അതാണ് മുടി. സഹാബികൾക്ക് ഷിഫാ ലഭിച്ചിട്ടുണ്ട് ആ വെള്ളം കുടിച്ചിട്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമിട്ട വെള്ളം കുടിച്ച് സഹാബികൾ ഷിഫാ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത് സഹാബികൾക്ക് ഷിഫാ ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമിട്ട വെള്ളം കുടിച്ച്. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. ഇനി എന്താണ്? ഏതാണ് റൗള ഷരീഫ്? നിങ്ങളെ 3-ാമത്തെ പാഠത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും മിമ്പറക്കും ഇടയിലുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. ആയിഷ ബീവിയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളത്. അപ്പോൾ ആ ഖബർ ഷരീഫിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറക്കും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. പിന്നീട് പലപ്പോഴായിട്ട് പള്ളിയുടെ പുനരുദ്ധാരണം നടന്നു. ഇപ്പോൾ അതിന് 1,00,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട്. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? അല്ലാഹു തആല ധനം നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. വിജയിക്കാൻ നാം എന്ത് ചെയ്യണം? അല്ലാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിൽ ചെലവഴിക്കണം വിജയിക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹു തആല നമുക്ക് സമ്പത്ത് നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. അല്ലാഹുവിന് തൃപ്തിപ്പെട്ട കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നവർ പരീക്ഷണത്തിൽ വിജയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ട എന്താണ്? അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ ചെലവഴിക്കലാണ് അത് വിജയിക്കാൻ നാം ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തെന്താ? സാരമെഴുതണം. ആ ബൈത്തിൽ നിന്ന് ഒരു ലൈനാണ് വന്നത്. അതിൻ്റെ സാരം എഴുതാൻ എന്താണ്? ഹൃദയരോഗത്തിനുള്ള മരുന്നിൽ 5-ാമത്തെ പറഞ്ഞിരുന്നു. അതാണ് എന്താണ്? സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളോട് കൂട്ടുകൂടുക. അപ്പം അതുപോലെ 5 അറബി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ അർത്ഥം എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ദവാഉൽ കൽബിൻ്റെ 5. അടുത്തെന്താണ്? 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ മോചിതത്തിനെ കുറിച്ചിട്ടാണ് വന്നത്. നമ്മുടെ 1-ാമത്തെ പാഠത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു.
മൂസാ നബിൻ്റെ ഈസാ നബിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതൊക്കെ മുഅ്ജിസത്ത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ രണ്ടായി പിളർത്തി കാണിച്ചു കൊടുത്തു. എന്താണ് മുഅ്ജിസത്ത്? നബിമാരിലൂടെ അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുക്കുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊക്കെ ചേർത്തിട്ട് എഴുതുക, മനസ്സിലാക്കുക. അടുത്ത ദാനശീലത്തെ കുറിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ പാഠം മാലു റാബിയ എന്ന പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ദാനം ചെയ്യുന്നവരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ദാനശീലർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട്. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, സമ്പത്ത് വർദ്ധിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും, ഇഹലോകത്ത് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും. ദാനം ചെയ്യുന്നതിലൂടെ അല്ലാഹു തആലയിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ആഗ്രഹിക്കാവൂ. പ്രശസ്തിയോ ഐഹിക നേട്ടങ്ങളോ ആഗ്രഹിക്കാൻ പാടില്ല. ദുരാഗ്രഹങ്ങൾ സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും. സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും എന്ത്? ദുരാഗ്രഹം. രഹസ്യമായി ചെയ്യുന്ന സ്വതക്കക്ക് പ്രതിഫലം കൂടുതലാണ്. പ്രതിഫലം കൂടുതലുള്ള സ്വതക്ക ഏത്? ചോദ്യം വരാം. ഏതാണ്? രഹസ്യമായി ചെയ്യുന്ന സ്വതക്കയാണ്. പിശുക്കൊരു ദുർഗുണമാണ്. നല്ല കാര്യത്തിൽ പണം ചെലവഴിക്കാൻ അത് തടയും. സമ്പത്തിനോടുള്ള ആർത്തി, അല്ലാഹു തആല നൽകുന്നതാണെന്ന ചിന്ത, ദാരിദ്ര്യഭയം, ഇതൊക്കെ പിശുക്കിൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ദാനശീലത്തെക്കുറിച്ച് നമുക്ക് നമ്മുടെ ആ പാഠത്തിൻ്റെ അവസാനത്തെ 2 പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കി എഴുതാൻ കഴിയണം. നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇത് രണ്ടും ഫസ്റ്റ് വന്ന ഇപ്പോൾ ഈ മുഅ്ജിസത്തും ദാനശീല എന്നത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനം, അതിനെക്കുറിച്ചിട്ടും എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. പിന്നെ അൻസാറുകളും മുഹാജിറുകളും ആരാണ്? അവർ മക്കയിൽ നിന്നെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്നെത്തിയവരാണ് മുഹാജിറുകൾ. അവരെ സ്വീകരിച്ചവരാണ് അൻസാറുകൾ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ താമസിക്കാൻ മത്സരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ താമസിപ്പിക്കാൻ മത്സരിച്ചു. ചിലർ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഒട്ടകത്തെ വിടൂ, അതിന് അല്ലാഹു തആലയുടെ അനുമതിയുണ്ടെന്ന് അറിയിച്ചു. അങ്ങനെ ഒട്ടകം അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിന് മുന്നിൽ മുട്ടുകുത്തി. അന്ന് റബീഉൽ അവൽ 12 ആണ്. അതൊക്കെ മനസ്സിലാക്കി വെക്കണേ. അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. അതെന്നായിരുന്നു? റബീഉൽ അവൽ 12-നായിരുന്നു. ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച മസ്ജിദാണ് മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് മസ്ജിദുൻ നബവി. പള്ളിയുടെ പണി പൂർത്തിയാകുന്നത് വരെ അബുൽ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചത്. അപ്പോൾ അൻസാരികളെ മുഹാജിറുകളെ കുറിച്ച് അവിടെ നിന്ന് മനസ്സിലാക്കി എഴുതുക. അവർ സൽക്കാരപ്രിയരായിരുന്നു അൻസാറുകൾ. അവർ മുഹാജിറുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്നവരെ സ്നേഹിച്ചു, സഹായിച്ചു, തൊഴിൽ നൽകി, വീട് നൽകി. അവർ ഏകോദര സഹോദരന്മാരാണ്. മക്കക്കാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്നവരെ മദീനക്കാരായ സഹാബികൾ സ്വീകരിച്ചു. അന്ന് മുതലാണ് അവർ അൻസാറുകൾ എന്നറിയപ്പെട്ടത്. അൻസാറുകളിലെ പ്രമുഖ ഗോത്രങ്ങളാണ് ഔസും ഹസ്റജും. 2 പ്രമുഖ അൻസാറുകളിലെ പ്രമുഖ 2 ഗോത്രങ്ങളാണ് ഔസ്, ഹസ്റജ്. മസ്ജിദുൻ നബവി നിർമ്മിച്ചതോടെ അത് ഇസ്ലാമിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമായി മാറി. ഇസ്ലാമിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രം മസ്ജിദുൻ നബവി. ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനും ടിക്ക് ചെയ്യാനൊക്കെ ഉള്ള ചോദ്യമായിട്ട് വരും. മനസ്സിലാക്കി പഠിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായ പ്രധാനപ്പെട്ട 2ാമത്തെ മസ്ജിദാണ് മസ്ജിദുൻ നബവി. 3ാമത്തത് മസ്ജിദുൽ അക്സ. മസ്ജിദുൽ അക്സ. മസ്ജിദുൽ ഹറാമാണ് 1ാമത്തെ മസ്ജിദ്. അപ്പോൾ അത് സ്ഥാനക്രമം മനസ്സിലാക്കി പഠിക്കുക. 1 മസ്ജിദുൽ ഹറാം, 2ാം സ്ഥാനം മസ്ജിദുൻ നബവി, 3ാം സ്ഥാനം മസ്ജിദുൽ അക്സ. യഥാക്രമം അങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ അതൊക്കെ ചോദ്യമായിട്ട് വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം, അതൊക്കെ പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് അൻസാറുകളും മുഹാജിറുകളെയും കുറിച്ചിട്ട് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ കുറിച്ച് എഴുതാൻ വന്നാലോ? അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, മദീനയിലേക്ക് അവർ വന്നപ്പം അവരെ സ്വീകരിച്ചത്. അപ്പോൾ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒട്ടകത്തെ നിർത്തിയതും അതൊക്കെ ചേർത്ത് നമുക്ക് 5 വരി കുറയാതെ ആ പാഠത്തുനിന്ന് മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന രീതിയിൽ ആ പാഠഭാഗം പഠിക്കുക. പിന്നെ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്രകൃതിയൊക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യൻ എന്നതിനെ കുറിച്ചിട്ട് എഴുതാൻ വരും. അപ്പോൾ അവിടെ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്രകൃതിയും വിനയവും ഒക്കെ പറയുന്നുണ്ട്. അവിടുന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു, അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനും ധീരനുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും തൊലിയിലും വസ്ത്രത്തിലും ബർക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലുകൾക്കിടയിൽ ഖാത്തമുൻ നബുവത്ത് ഉണ്ട്. ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയല്ല, അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് കഴിയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. ലസ്തു കഅഹദിൻ മിൻകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലസ്തു കഅഹദിൻ മിൻകും. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും, ലസ്തു കഅഹദിൻ മിൻകും എന്നൊക്കെ. അതിൻ്റെ അർത്ഥം എഴുതാൻ വരും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമകളെ കുറിച്ചിട്ട് ആ പാഠത്തിൻ്റെ തദ്രിബാത്തിൽ വരുന്ന തഹസീസ്, നക്തുബുൽ മുദക്കിർ, ഗണ്ണിക എഴുതാനൊക്കെ വന്നിട്ടുള്ള ഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിനെ കുറിച്ചിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, അവിടുത്തെ തിരുസുന്നത്തിനെ സംരക്ഷിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്ഥാനം മനസ്സിലാക്കുക, അവിടുത്തെ സുന്നത്തിനെ പിന്തുടരുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചൊല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ പ്രധാന വശങ്ങളാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് വന്ന തഹസീസ് ഉണ്ട്. വിഷം ഇറങ്ങി വേദന ശമിച്ചു, അതിനെക്കുറിച്ച് എഴുതാൻ വന്നാൽ അവിടെ അവർ സൗർ മലയുടെ മുകളിലെത്തിയതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഗുഹ വൃത്തിയാക്കിയതും തൻ്റെ കയ്യിൽ കരുതിയ വസ്ത്രം കൊണ്ട് മാളങ്ങളെല്ലാം ദ്വാരങ്ങളെല്ലാം അടയ്ക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് പാരഗ്രാഫ് അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ബദർ ദിനം, യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ബദർ ദിനം എന്നാണ്. അപ്പോൾ ബദറിനെ കുറിച്ചിട്ട് ആ പാഠത്തു നിന്ന് എഴുതാൻ കഴിയണം. അടിയുറച്ച വിശ്വാസവും അല്ലാഹു താലയുടെ സഹായവുമാണ് മുസ്ലിങ്ങൾക്ക് തുണയായത്. മതിയായ ആയുധങ്ങളോ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ വെച്ച് ദുആ ചെയ്തു. എന്താണ്? ഈ ചെറുസംഘത്തെ, അല്ലാഹുവേ, ഈ ചെറുസംഘം നശിക്കുകയാണെങ്കിൽ ഭൂമുഖത്തെ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാവില്ല. ബദർ പന്തലിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും സഹായിച്ചു. അവർ മിന്നുന്ന വിജയം കൈവരിച്ചു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. എന്താണ് ബദർ യുദ്ധത്തിൻ്റെ കാരണം? എന്തായിരുന്നു? മദീനയെ ആക്രമിക്കാൻ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ ഖുറൈശികൾ തുടങ്ങി. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ക്രൂരമായി ഉപദ്രവിച്ചു, അക്രമം അഴിച്ചുവിട്ടു, സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ അവർ തീരുമാനിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നാട് വിട്ടു മദീനയിലേക്ക് ഹിജ്റ പോയി. അവരുടെ സമ്പത്ത് മുശ്രിക്കുകൾ കൈക്കലാക്കുകയും മദീനയെ ആക്രമിക്കാൻ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ തുടങ്ങി. കച്ചവടങ്ങളിലൂടെ നേടിയ ലാഭമൊക്കെ അവർ അവധിനു വേണ്ടി ഉപയോഗിച്ചു. ഇതിനെതിരെ പ്രതിരോധിക്കാനാണ് ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധം
അബൂ സുഫിയാനായിരുന്നു മുശ്രിക്കുകളുടെ നേതാവ്. ഖബറിലെ ചോദ്യങ്ങൾക്ക് അവിശ്വാസി മറുപടി പറയും ഹാ ലാ അതിരി എന്ന്. ഹാ ലാ അതിരി എന്നാണ്. അപ്പോൾ ഇവിടെ സത്യവിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഖബർ ജീവിതത്തെക്കുറിച്ച് എഴുതാൻ വന്നാൽ രണ്ടും മനസ്സിലാക്കിയിട്ട് എഴുതുക. ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് അതൊക്കെ പഠിക്കുക. പിന്നെ വരുന്നത് എന്താണ്? 10ാമത്തെ പാഠം മദ്യപാനം. അത് തിന്മകളുടെ മാതാവാണ്. അപ്പോൾ അവിടെ താബികളുടെ പ്രമുഖനാണ് ആര്? ഉർവത്ത് ബിൻ സുബൈർ. അദ്ദേഹത്തിൻ്റെ കാലിന് പഴുപ്പ് ബാധിച്ചപ്പോൾ കാല് മുറിച്ചു മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. പക്ഷേ അദ്ദേഹം വേദന സംഹാരികളോ ലഹരിയുടെ ഉപയോഗമെന്നും അതിന് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദിക്ർ ചൊല്ലാം, നിങ്ങൾ കാൽ മുറിച്ചോളൂ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞത്. ആരാ ഇത് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാം. ഞാൻ ദിക്ർ ചൊല്ലാം, നിങ്ങൾ കാൽ മുറിച്ചോളൂ. ഇത് പറഞ്ഞതാര്? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പം മദ്യപാനത്തെ കുറിച്ചിട്ട് ഈ പാഠത്ത് നിന്ന് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. കള്ളും ചൂതാട്ടവും അല്ലാഹു തആല അല്ലാത്തവർക്കുള്ള ബലികർമ്മവും പ്രശ്നം വെക്കലും ഇതൊക്കെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട നീച കാര്യങ്ങൾ മാത്രമാണ്. വിജയിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വർജിക്കണം. വിജയിക്കാൻ വേണ്ടിയിട്ട് പിശാചിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അല്ലാഹു തആല നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ശക്തി നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ലഹരി ഉപയോഗിച്ചത് നശിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിൻ്റെ മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത്, അതിനൊക്കെ കുറിച്ചൊക്കെ എഴുതാൻ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ടും അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അത് ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്, കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. മറ്റു വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.